വലിയ മലനിരകളുടെ താഴെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ മാധവൻ എന്നു പേരുള്ള ഒരു വൃദ്ധശില്പി ഉണ്ടായിരുന്നു. കല്ലുകളിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ആനന്ദിന് അതിലൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവന്റെ ആഗ്രഹം എങ്ങനെ എളുപ്പത്തിൽ പണക്കാരനാകാം എന്നതായിരുന്നു. ഇതിൽ ആനന്ദ് അച്ഛന്റെ അടുത്ത് ചെന്ന് അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു: ഈ കരിങ്കല്ലിൽ ഉളിയും ചുറ്റികയും കൊണ്ടടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അച്ഛൻ മറുപടി പറഞ്ഞു: മകനെ, ഈ കരിങ്കല്ലിൽ മനോഹരമായ ഒരു വിഗ്രഹമുണ്ട്. പക്ഷെ അതിനെ പുറത്തെടുക്കാൻ ലക്ഷക്കണക്കിന് തവണ ഉളിയും ചുറ്റികയും കൊണ്ട് അടിക്കേണ്ടി വരും. ഓരോ അടിയിലും കല്ലിന് വേദനിക്കും, കൊത്തുന്നവന് കയ്യും വേദനിക്കും. പക്ഷെ ക്ഷമയോടെ അത് തുടർന്നാൽ മാത്രമേ അവസാനം അതൊരു ദൈവവിഗ്രഹമായി മാറുകയുള്ളൂ. എന്നാൽ ആനന്ദിന് പൂർണ്ണമായി ഇത് മനസ്സിലായില്ല. അവൻ എങ്ങനെ എളുപ്പത്തിൽ പണക്കാരനാകാം എന്ന ചിന്തയുമായി വലിയ നഗരത്തിലേക്ക് വണ്ടി കയറി. നഗരത്തിലെത്തിയ ആനന്ദ് പലതവണ ബിസിനസ്സുകൾ തുടങ്ങി. എന്നാൽ അതിലൊന്നും ക്ഷമയോടെ തുടർന്നു പോകാൻ ആനന്ദിന് സാധിച്ചില്ല. നമുക്ക് കുറച്ച് ലാഭം കിട്ടിയെങ്കിലും അനുഭവ പരിചയമില്ലായ്മയും അക്ഷമയും കാരണം അവന് വലിയ തുക നഷ്ടമായി. അവനെ കൈവിട്ടു, കടം പെരുകി, ഒടുവിൽ വാടക കൊടുക്കാൻ പോലും പണമില്ലാതെ അവൻ തെരുവിലായി. അങ്ങനെ അവൻ വളരെ നിരാശവാനായിരിക്കുമ്പോഴാണ് അച്ഛന്റെ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ വന്നത്. വിജയം എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല എന്നതും അതിന് പ്രതിസന്ധികളുടെ അടികൾ വാങ്ങേണ്ടി വരുമെന്നതുമായ അച്ഛന്റെ ആ കരിങ്കല്ലിൽ തീർത്ത ദൈവവിഗ്രഹത്തിന്റെ കഥ അവന്റെ ഓർമ്മയിൽ വന്നു. ചെറിയ ബിസിനസ് ആരംഭിച്ചു. ഉറക്കമില്ലാതെ രാത്രി മുഴുവൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ചെറിയ കടയിൽ നിന്നും അവൻ നഗരത്തിലെ വലിയൊരു കമ്പനിയുടെ ഉടമയായി മാറി. പലതവണ വീണിട്ടും ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോയതാണ് അവനെ വിജയത്തിലേക്ക് എത്തിച്ചത്. അവൻ വളരെ ആത്മവിശ്വാസത്തോടെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. അവിടെ അവൻ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അച്ഛനെന്ന് കാണിച്ച അതേ കരിങ്കല്ലിന്ന് വലിയൊരു വിഗ്രഹമായി മാറിയിരിക്കുന്നു. ആളുകൾ അതിനെ വണങ്ങുന്നു. അങ്ങനെ അവൻ അച്ഛനെ കാണാനിടയായി. അച്ഛൻ തുടർന്നു: എനിക്ക് ശില്പം പൂർത്തിയാക്കാൻ 10 വർഷത്തെ കഠിനാധ്വാനം വേണ്ടി വന്നു. അച്ഛൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു: ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന ഉളിയേറ്റ് നീ പാകപ്പെട്ടത് കൊണ്ടാണ് ഇന്നീ നിലയിലേക്ക് നിനക്ക് വളരാൻ സാധിച്ചത്. ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട്: പരാജയങ്ങൾ ഒരിക്കലും അവസാന വാക്കല്ല. ഒരു ശില്പം ഉണ്ടാക്കാൻ കല്ലിന്മേൽ ഒട്ടനവധി അടികൾ കൊള്ളണം. അതുപോലെയാണ് ജീവിതത്തിലെ തോൽവികളും വിഷമങ്ങളും. അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഒറ്റ രാത്രി കൊണ്ട് ആരും വിജയിച്ചിട്ടില്ല. നമ്മൾ കാണുന്ന എല്ലാ വലിയ വിജയങ്ങളുടെ പിന്നിലും വർഷങ്ങളുടെ കഠിനാധ്വാനവും കണ്ണീരുമുണ്ട്. മുള്ളവർ എന്തു പറഞ്ഞാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് കഠിനമായ ഒരു ഘട്ടത്തിലൂടെയാണെങ്കിൽ ഓർക്കുക, നിങ്ങൾ മനോഹരമായ ഒരു ശില്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.